കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ 2016-ലും 2021-ലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് സതീശൻ പാച്ചേനിയാണ്. അദ്ദേഹം നിസാര വോട്ടുകൾക്കാണ് കടന്നപ്പള്ളി രാമചന്ദ്രനോട് പരാജയപ്പെട്ടത്. എന്നാൽ ഇത്തവണ കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് എന്ന് വ്യക്തമാവുകയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനും VM സുധീരനും പാർട്ടിയിൽ സജീവമാവുകയും മത്സരിക്കുകയും ചെയ്യേണ്ടതിൻ്റെ അനിവാര്യത ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ചും 2026-ൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരേണ്ടതിൻ്റെ അനിവാര്യത ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. കേരളം ഭരിച്ച് മുടിച്ച് കുട്ടിച്ചോറാക്കിയ പിണറായി വിജയനും കൂട്ടർക്കും ഒരു നല്ല തിരിച്ചടി കൊടുക്കേണ്ടതിൻ്റെ അനിവാര്യതയുണ്ട്. അവിടെ എടുത്തു പറയേണ്ടത് യൂത്ത് മാത്രമല്ല, എക്സ്പീരിയൻസിനും കൂടി വലിയ വിലയിട്ടിരിക്കുകയാണ്. അതിന് കാരണമാകുന്നത് ദേശീയ നേതൃത്വം തന്നെയാണ്. ഈ മുതിർന്ന രണ്ട് നേതാക്കളും മത്സരത്തിൽ, അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമാവുകയും അവർ മത്സരിക്കുകയും ചെയ്യേണ്ടതിൻ്റെ അനിവാര്യത ഉയർത്തി കാണിക്കുന്നു. നമുക്കറിയാം, VM സുധീരൻ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും MP ആയിട്ടുള്ള വ്യക്തിയാണ് 3 തവണ. അതുപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം വടകരയിൽ മുൻ MP ആണ്. നിലവിൽ വടകരയെ പ്രതികരിക്കുന്നത് ഷാഫി പറമ്പിലും ആലപ്പുഴയെ പ്രതികരിക്കുന്നത് KC വേണുഗോപാലും. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഏറെ വിശദമായി മനസ്സിലാക്കിയിട്ടാണ് ഇത്തരത്തിലൊരു ആവശ്യം AICC നേതൃത്വം ഇരു നേതാക്കൾക്കും നൽകിയിരിക്കുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൽ മത്സരിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഏകോപന പ്രവർത്തനങ്ങളുടെ ചുമതല സുധീരന് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ മണലൂരിൽ മത്സരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണ് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ തോൽവി ചെറുതല്ല. 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അതൊരു പക്ഷേ പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ലായിരുന്നു. കാരണം 18 ലോക്സഭാ സീറ്റുകൾ നേടിയ UDFനെ സംബന്ധിച്ചിടത്തോളം ആലത്തൂരും തൃശ്ശൂരും മാത്രമാണ് കോൺഗ്രസിന് നഷ്ടമായത്. ആലത്തൂരിൽ വെറും 20,000 വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ കോൺഗ്രസും ജയിച്ച സ്ഥാനാർത്ഥിയായ K രാധാകൃഷ്ണനും തമ്മിൽ ഉള്ളുവെങ്കിൽ തൃശ്ശൂരിൽ അങ്ങനെയല്ല അവസ്ഥ. തൃശ്ശൂരിൽ K മുരളീധരൻ 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടതിന് നിരവധിയായ കാരണങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ ഉൾപ്പെടെ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു തിരുത്തൽ മാർഗമാണ് KPCC അവലംബിച്ചിട്ടുള്ളത്. സാധാരണക്കാർക്കിടയിൽ മതിപ്പുള്ള 2 നേതാക്കൾ തിരികെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യത ഉയരുന്നു. തിരുവനന്തപുരം കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ ശക്തനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് പദ്ധതിയിടുകയാണ്. അതിൽ പഴയ ജനകീയരായ നേതാക്കളെ, അതുപോലെ അടിത്തറയുള്ള നേതാക്കളെ അവരെ മത്സരിപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യത ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് വിജയസാധ്യത കൂടുതലായതുകൊണ്ടും അവരുടെ കരിസ്മ വളരെ വലുതായതുകൊണ്ട് തന്നെയാണ് അവരെ വീണ്ടും വീണ്ടും മത്സരിപ്പിക്കാനായി ശ്രമിക്കുന്നത്. VM സുധീരനെ സംബന്ധിച്ചിടത്തോളം അധികാരമോഹിയല്ല. ആലപ്പുഴയിൽ മനോജ് എന്ന CPM സ്ഥാനാർത്ഥിയോട് 2004-ൽ കേവലം 800 വോട്ടുകൾക്ക് പരാജയപ്പെട്ട അദ്ദേഹം പിന്നീട് മത്സരിച്ചില്ല. അതിനുശേഷമാണ് KC വേണുഗോപാൽ ആ മണ്ഡലം പിടിച്ചെടുത്തത്. അതുപോലെ തന്നെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹം സജീവ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. വടകരയിൽ 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിസമ്മതിച്ച് K മുരളീധരനായിരുന്നു വഴിവെച്ചു കൊടുത്തിരുന്നത്.